മെക്സിക്കോയിലെ വാദലഹാര സ്റ്റേഡിയത്തിൽ കൊളംബിയ കോങ്കോയെ നേരിടുകയാണ്. മൈതാനത്തെ കളിക്കാരിലുപരി എല്ലാവരുടെയും ശ്രദ്ധ പോകുന്നത് ഗാലറിയിൽ ഒരു മനുഷ്യനിലേക്കാണ്. അയാൾ അവിടെയുണ്ടെങ്കിൽ കോങ്കോ താരങ്ങൾ കളത്തിൽ എന്തും നൽകാൻ തയ്യാറാകുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ക്വാറന്റൈൻ പ്രശ്നങ്ങൾ കാരണം ലോകകപ്പിന് എത്താൻ കഴിയില്ലെന്ന ഘട്ടത്തിൽ ആ മനുഷ്യനെ മെക്സിക്കോയിൽ എത്തിക്കാൻ കോങ്കോയുടെ പ്രസിഡന്റ് പോലും ഇടപെട്ടു എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടുമോ? ലുമുംബ വേയ കോങ്കോയ്ക്ക് വെറുമൊരു മനുഷ്യനല്ല, അവരുടെ ചരിത്ര പുരുഷന്റെ ഓർമ്മപ്പെടുത്തലാണ്. ആ സാന്നിധ്യം അവർക്ക് മറ്റെന്തിനേക്കാളും വലുതാണ്. കഴിഞ്ഞ ഡിസംബറിൽ മൊറോക്കോയിൽ നടന്ന ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസിനിടെയാണ് ഗാലറിയിലെ ഈ കോങ്കോ ആരാധകൻ ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത്. 49-കാരനായ മീഷേൽ എൻകൂക്ക എംബോലഡിംഗ കോങ്കോയുടെ ടൂർണമെന്റിലെ മത്സരങ്ങളിലെല്ലാം ഗാലറിയിൽ ഒരു പ്രതിമ കണക്കി നിന്നു. അത് മത്സരം പൂർത്തിയാകുന്നത് വരെ. കോങ്കോ പതാകയിലെ നിറങ്ങളുള്ള സ്യൂട്ട് ധരിച്ച് വലതുകൈ ഉയർത്തി ഗൗരവത്തോടെ മറ്റുള്ളവരെ അഭിവാദ്യം ചെയ്തു നിൽക്കുന്ന അയാൾ ശരിക്കും ഒരു ആരാധകൻ എന്നതിലുപരി കോങ്കോ ജനത നെഞ്ചിലേറ്റിയ മനുഷ്യന്റെ പ്രതിരൂപമായിരുന്നു. കോങ്കോയുടെ തലസ്ഥാനമായ കിൻഷാസയിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു പ്രതിമയുടെ ജീവനുള്ള മാതൃക. അവർ അയാളെ സ്നേഹത്തോടെ വിളിച്ചു ലുമുംബ വേയ, അഥവാ ലുമുംബ ജീവിക്കുന്നു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് കോങ്കോയുടെ വീരപുരുഷനായ പാട്രിസ് ലുമുംബയെയാണ് മിഷേൽ എൻകൂക്കയിൽ അവർ കണ്ടത്. 1960-ൽ രാജ്യത്ത് ബെൽജിയത്തിന്റെ കോളനി വാഴ്ച അവസാനിപ്പിച്ച, അവർക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത പോരാളിയായിരുന്നു ലുമുംബ, സ്വതന്ത്ര കോങ്കോയുടെ പ്രഥമ പ്രധാനമന്ത്രി. കൊളോണിയൽ വാഴ്ചയ്ക്കെതിരെയും ആഫ്രിക്കൻ ഐക്യത്തിനും വേണ്ടി ശബ്ദമുയർത്തിയ ലുമുംബ 1961-ൽ വധിക്കപ്പെടുകയായിരുന്നു. അരനൂറ്റാണ്ടിനിപ്പുറവും തങ്ങൾക്കായി പോരാടിയ മനുഷ്യനെ ആ ജനത നന്ദിയോടെ ഓർക്കുന്നു. ഗാലറിയിലെ ലുമുംബ വേയ അതുകൊണ്ട് തന്നെ കോങ്കോയുടെ ആത്മാവാണ്. ആഫ്രിക്കൻ നേഷൻസ് കപ്പിൽ അന്ന് കോങ്കോയ്ക്ക് അധിക ദൂരം താണ്ടാനായില്ല. റൗണ്ട് ഓഫ് 16-ൽ അവർ അൾജീരിയയോട് എക്സ്ട്രാ ടൈമിലെ ഗോളിൽ തോൽക്കുന്നത് കണ്ടു. രാജ്യത്തിന്റെ അഭിമാനമാണ് ഗാലറിയിൽ പ്രതിനിധീകരിക്കുന്നതെങ്കിലും അന്ന് ലുമുംബ വേയ പൊട്ടിക്കരഞ്ഞു. കാരണം ഉള്ളിന്റെ ഉള്ളിൽ അയാൾ പച്ചയായ മനുഷ്യനാണ്, കോങ്കോയുടെ തോൽവി കാണാൻ ആഗ്രഹിക്കാത്ത സാധാരണക്കാരനാണ്. പിന്നീട് വിസ നിയന്ത്രണങ്ങൾ കാരണം ജമൈക്കയുമായുള്ള അവരുടെ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിനും വിജയത്തിനും സാക്ഷിയാകാൻ ലുമുംബ വേയ്ക്ക് കഴിഞ്ഞില്ല. രാജ്യത്തെ എബോള വ്യാപനം കാരണം കടുത്ത ക്വാറന്റൈൻ നിയമങ്ങൾ അമേരിക്ക നടപ്പിലാക്കിയതോടെ ലോകകപ്പിനും ലുമുംബയ്ക്ക് എത്താനാകില്ലെന്ന സ്ഥിതി വന്നു. പോർച്ചുഗലിനെതിരെ അവർ ധീരമായ സമനില പിടിക്കുമ്പോൾ ഗാലറിയിൽ അത് കാണാൻ അയാൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഒടുവിൽ കോങ്കോ പ്രസിഡന്റ് തന്നെ ഇടപെട്ടു. കൊളംബിയക്കെതിരായ മത്സരം കാണാൻ ലുമുംബയ്ക്ക് അവസരമുണ്ടാക്കി. ചുവന്ന കോട്ടും മഞ്ഞ ഷർട്ടും നീല പാൻസും അടങ്ങിയ സ്യൂട്ടിൽ അയാൾ കൈകൾ ഉയർത്തി ആ 90 മിനിറ്റുകൾ വാദലഹാരയെ അഭിവാദ്യം ചെയ്തു നിന്നു. ഫൈനൽ വിസിലിൽ കൊളംബിയയോട് ധീരമായി പൊരുതി ഒരൊറ്റ ഗോളിന് അവർ തോൽവി വഴങ്ങി. ഇത്തവണയും ലുമുംബ വേയെ കരഞ്ഞിരിക്കാം. പക്ഷേ പോരാട്ടങ്ങൾ ആ നാടിന് പുതിയതല്ല. ആ പോരാട്ട വീര്യമാണ് അവരുടെ പ്രിയപ്പെട്ട ലുമുംബയും അവർക്ക് കൈമാറിയത്. ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനോട് അവർ ജയിച്ചു കയറട്ടെ. ലുമുംബ വേയ്ക്ക് ഒടുവിൽ പുഞ്ചിരിക്കാനാകട്ടെ. അത്യുന്നതങ്ങൾ യഥാർത്ഥ ലുമുംബയും അവരെ ഓർത്ത് അഭിമാനിക്കട്ടെ.